വെൽക്കം ടു IMC. സോ നമുക്ക് ഇന്ന് 3 lakhs അക്കൗണ്ടിലെ സൈക്കോളജി ഒന്ന് നോക്കാം. സോ ഇന്ന് ഞാൻ ആദ്യം എടുത്ത ട്രേഡ് കോൾ ഓപ്ഷനിലായിരുന്നു. ബട്ട് കോൾ ഓപ്ഷനിൽ ട്രേഡ് എടുത്തിട്ട് ഒരു നല്ല എൻട്രി ആയിരുന്നില്ല. കാരണം ഞാനൊരു എൻ്റെ ലെവൽ വരെ വെയിറ്റ് ചെയ്തില്ല. ഞാൻ ആദ്യമേ കയറി അങ്ങ് ട്രേഡ് എടുത്തു. ബട്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻട്രി എടുക്കുന്ന ഹയർ പോയിന്റിലാണെങ്കിൽ, ഓപ്ഷൻസിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹയർ പോയിന്റിലാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് വലുതും ടാർഗറ്റ് ചെറുതുമായിരിക്കും. സോ എൻ്റെ പ്രോബബിലിറ്റി, ഞാനിപ്പോൾ വിൻ ചെയ്താൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ട്രേഡ് എടുത്ത് വിൻ ചെയ്താലും കാര്യമില്ല. ഒരു ലോസ് വന്നാൽ കംപ്ലീറ്റ്ലി ആ ലോസ് എല്ലാ പ്രോഫിറ്റിനെ വൈപ്പ് ഔട്ട് ആവും. സോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യത്തെ ട്രേഡ് തന്നെ ഏകദേശം ഒരു മൈൻഡ് ഔട്ടായി. നല്ലൊരു സൈക്കോളജി അല്ലായിരുന്നു ഫസ്റ്റ് ട്രേഡ് തന്നെ ബിൽഡ് ചെയ്തത്. എപ്പോഴും ആദ്യത്തെ ട്രേഡ് പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ട്രേഡ് കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബട്ട് ആദ്യത്തെ ട്രേഡിൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് നിങ്ങളുടെ ഉദ്ദേശിച്ച പോലെ അല്ല മാർക്കറ്റ് പോയത്, അതല്ലെങ്കിൽ നിങ്ങൾ എടുത്ത സിസ്റ്റം കറക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രീഡ് കാരണോ അല്ലെങ്കിൽ ആൻസൈറ്റി കാരണോ നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ട്രേഡ് കുറച്ചുകൂടെ പാടായിരിക്കും നിങ്ങൾക്ക് എടുത്തു പോകാൻ. സോ സെക്കൻഡ് ട്രേഡ് വെച്ചിട്ട് പ്രശ്നം വന്നു. കോൾ ഓപ്ഷനിൽ എടുത്തു, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ചെറിയ ടാർഗറ്റിൽ ഇറങ്ങി. തേർഡ് ട്രേഡ്, ഈ രണ്ട് ട്രേഡും എൻ്റെ സൈക്കോളജിക്കലി എഫക്റ്റ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ, തേർഡ് ട്രേഡ് ഞാൻ ചാർട്ട് നോക്കുക, മീൻസ് ചാർട്ടിൻ്റെ ആ ഒരു അനാലിസിസിൻ്റെ ഞാൻ എത്രയാണോ സാധാരണ നോക്കുന്ന, ടെക്നിക്കൽ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്താണോ നോക്കുന്നത്, ആ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു തുടങ്ങും. അതായത് ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിരിക്കുമോ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ചാർട്ടിൽ നോക്കി മാത്രമേ ട്രേഡ് ചെയ്യുന്നത്. അതല്ല, എൻ്റെ സൈക്കോളജി അഫക്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഡിസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. തേർഡ് ട്രേഡ് ലോസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നല്ലൊരു എൻട്രിയും കൂടെ വരികയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് അടുത്തൊരു പുട്ട് ഓപ്ഷനിൽ ട്രേഡ് എടുത്തു. ഏകദേശം കുഴപ്പമില്ല, പ്രോഫിറ്റ് ആയി. ബട്ട് ഇന്നത്തെ പ്രോഫിറ്റ് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നല്ലൊരു ദിവസം അല്ലായിരുന്നു. ഞാൻ പ്രോഫിറ്റ് അല്ല കൗണ്ട് ചെയ്യുന്നത്, ഒരു ദിവസം എത്ര കിട്ടി, 10,000, 20,000, 50,000 കിട്ടി എന്നല്ല ഞാൻ കൗണ്ട് ചെയ്യുന്നത്. എൻ്റെ സിസ്റ്റം എനിക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ ഇതൊരു എമൗണ്ട് അല്ല, എനിക്കുണ്ടാവുന്ന പ്രോഫിറ്റ്സ് അല്ല എൻ്റെ ലോങ് ടേം എൻ്റെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്നത്. എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്നത് എൻ്റെ സിസ്റ്റമാണ്. ഓക്കെ, സോ ഇന്ന് ഏകദേശം കുഴപ്പമില്ല, നല്ല നല്ല ട്രേഡ്സ് എടുത്ത് പോകാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കുറച്ച് സിസ്റ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടായി. സോ ഇതാ ഇന്നത്തെ ട്രേഡ്. സോ താങ്ക് യു ഗൈസ്, ബൈ.